നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ദ ഡാർക്ക് റിയാലിറ്റി ഓഫ് ബിഗ് ബോസ് എന്ന ധ്രുവ് റാഡിയുടെ വീഡിയോയുടെ മലയാള പരിഭാഷയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വീഡിയോസ് ഇട്ട് ആരംഭിക്കുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക്കിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നൈസ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. കുറച്ച് മാസങ്ങളായിട്ട് പല ആളുകളും ഇടയ്ക്കൊക്കെ അയച്ചു തരുന്ന കണ്ടോ എന്ന് ചോദിക്കുന്ന മലയാള പരിഭാഷ ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ ബിഗ് ബോസ് ദ ഡാർക്ക് റിയാലിറ്റി എന്ന വീഡിയോ. ബിഗ് ബോസിന്റെ ഡാർക്ക് റിയാലിറ്റിയെ കുറിച്ചിട്ട് മുന്നേ ഞാൻ പറയാതിരുന്നത് ആ ഒരു സമയത്ത് ഞാൻ ബിഗ് ബോസ് കണ്ടിട്ട് റിവ്യൂ അപ്ലോഡ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. എന്തിനു വേണ്ടിയാണ്? സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടാണോ? ഒന്നുമല്ല. അതിനകത്ത് ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ കച്ചവട സാധ്യത കൊണ്ടാണ്. ഈ ഒരു ചാനലിൽ ഒരു വർഷം ഞാൻ പണിയെടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന തുക ബിഗ് ബോസിന്റെ റിവ്യൂ ഇടുന്ന സമയത്ത് 3 മാസം കൊണ്ട് ആ ഒരു ചാനലിൽ പലപ്പോഴും കിട്ടാറുണ്ട്. കഴിഞ്ഞ 2 സീസൺ ഞാൻ ഇരുന്ന് കണ്ടു. മെനക്കെട്ട പരിപാടിയാണ്. ഈ സീസണൊക്കെ കണ്ട് എനിക്ക് മുഴുമിപ്പിക്കാൻ തന്നെ പറ്റിയില്ല. അവസാനത്തേക്ക് വന്ന സമയത്ത് പൈസ ഉണ്ടെങ്കിലും നമുക്ക് പറ്റണില്ല, അത്രയധികം താങ്ങണില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയായി. അത്രയധികം ടോക്സിക് ആയി പോകുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ഷോ മുന്നോട്ടേക്ക് പോകുന്നത്. അതിനോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇത് വെറുതെ കണ്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്ന സമയത്ത് എനിക്ക് ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാവുന്നു. ഈ റിവ്യൂമായിട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാവുന്നു. ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നു. ഒത്തിരിയധികം കമ്പനികൾ സ്പോൺസേഴ്സ് ആയിട്ട് വരുന്നു. കണ്ടസ്റ്റൻസിനും അവരുടെ ആ ഒരു കണ്ണീരിന്റെ ബലമെങ്കിലും കിട്ടുന്നുണ്ട്. കാണുന്ന പ്രേക്ഷകന് എന്ത് കിട്ടുന്നുണ്ട്? ബിഗ് ബോസിന്റെ ലൈവില് അറ്റ് എ ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു 10,000 ആളുകൾ ഉണ്ടാവും. 10,000 ആളുകൾ 24/7 ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൊഴിൽ രഹിതരാണോ, അല്ലെങ്കിൽ തൊഴിലുകൾ മാറ്റിവെച്ചിട്ട് കാണുന്ന ആളുകളാണോ, എന്തൊക്കെയാണെങ്കിലും ആ ഒരു സമയം എന്ന് പറയുന്നത് ഒട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയമല്ല. ആളുകളുടെ സാഡിസം, ധ്രുവിന്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സാഡിസം, വോയറിസം എന്നീ കാര്യങ്ങളെ ചൂഷണം ചെയ്തിട്ടാണ് ഈ ഒരു ഷോ റൺ ചെയ്യുന്നത്. ആ ഒരു ഷോയെ കുറിച്ചിട്ട് ധ്രുവ് പറഞ്ഞ കാര്യങ്ങളുടെ മലയാള പരിഭാഷയാണ്. എക്സാക്റ്റ് ആയിട്ട് ധ്രുവ് എന്താണോ പറഞ്ഞത് അതിലേക്ക് മാത്രമാണ് ഞാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മലയാളം ബിഗ് ബോസ്, ഹിന്ദി ബിഗ് ബോസ് രണ്ടും ഡിഫറെന്റ് മോഡാണ്. മലയാളം ബിഗ് ബോസ് കുറച്ചും കൂടെ സീരിയലായിട്ട് നമ്മളുടെ നാട്ടിലെ ചില ഫ്രസ്ട്രേഷൻസിനെ തൃപ്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുന്ന ഒരു രീതിയിലാണ്. ഹിന്ദി ബിഗ് ബോസ് എന്ന് പറയുന്നത് ധ്രുവ് പറയുന്ന ഭാഷയിൽ ആ ഒരു സാഡിസം, വൈറസം എന്നൊക്കെ പറയുന്നത് ഭയങ്കര തീവ്രമായിട്ട് ചൂഷണം ചെയ്ത ഒരു രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. പിന്നെ മലയാളം ബിഗ് ബോസിൽ ലാസ്റ്റ് സീസണിലും ഈ സീസണിലും ഒക്കെ വ്യത്യസ്തമായിട്ട് കണ്ടത് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാവുന്ന ചില ചർച്ചകളാണ്. ആ ഒരു ചർച്ചകളിൽ നിന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒത്തിരിയധികം ആളുകൾ പോസിറ്റീവായിട്ട് സ്വാധീനിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അതിനേക്കാളും നെഗറ്റീവ് ആയിട്ടുള്ള ചില വ്യക്തി അധിക്ഷേപങ്ങളും വ്യക്തിഹത്യകളും ഈ ഒരു സീസണിലൊക്കെ കണ്ടതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ധ്രുവിന്റെ വീഡിയോയുടെ മലയാള പരിഭാഷയിലേക്ക് പോകാം. ഹലോ സുഹൃത്തുക്കളെ, നിങ്ങളൊരു വാർത്ത കേട്ടിരുന്നു. ധ്രുവ് ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രി ആയി പോകുന്നു. നിരവധി മാധ്യമ സ്ഥാപനങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഇന്ത്യ TV, ഇന്ത്യ ടൈംസ്, ABP ന്യൂസ്, ഇന്ത്യ ടുഡേ, സൂം TV, പിങ്ക് പില്ല, എക്കണോമിക് ടൈംസ്. ഈ തലക്കെട്ട് നോക്കൂ. പ്രശസ്ത യൂട്യൂബർ ധ്രുവ് റാഡി വൈൽഡ് കാർഡ് എൻട്രിയായി എത്താനൊരുങ്ങുന്നു ബിഗ് ബോസ് OTT 2-ൽ. ഒരു വെബ്സൈറ്റ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ധ്രുവ് റാഡിയുടെ ബിഗ് ബോസ് OTT പ്രവേശനം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് അവരുടെയും തലക്കെട്ട്. അപ്പോൾ ഇത് സത്യമാണോ? അല്ല. ഇതുവരെ ബിഗ് ബോസ് സീസണിൽ പങ്കെടുക്കാൻ ആരും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് ബിഗ് ബോസിൽ പോകണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. അതിനാൽ ഒന്നാമതായി ഞാൻ പറയുന്നു, നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളുടെ നിലവാരം വളരെ താഴ്ന്നു. എന്തും ഒരു മടിയും കൂടാതെ അവർ പ്രസിദ്ധീകരിക്കും. ഇക്കണോമിക് ടൈംസിലെ ഈ ലേഖനത്തിന്റെ താഴെ ചെറുതായി എഴുതിയിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. ഡിസ്ക്ലെയിമർ ആണ്. ഈ ഉള്ളടക്കം ഒരു തേർഡ് പാർട്ടി രചനയാണ്. അതിനാൽ വാർത്തയുടെ ആധികാരികത സ്വയം പരിശോധിച്ച് ഉറപ്പിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ പോസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലുകളുടെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കുന്നില്ല. വാർത്ത സത്യമാണോ അല്ലയോ എന്നറിയാൻ അവർ നിങ്ങളിലേക്ക് ഉത്തരവാദിത്തം കൈമാറുന്നു. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. നിങ്ങളിൽ ചിലർ ആലോചിക്കുന്നുണ്ടാവും, ധ്രുവിനെ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചാൽ ധ്രുവ് ബിഗ് ബോസിൽ പോകുമോ? ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാം. ഞാൻ വ്യക്തമായി തന്നെ പറയട്ടെ, ഈ ഷോയിൽ പങ്കെടുക്കാൻ അവർ എനിക്ക് പണം വാഗ്ദാനം ചെയ്താലും, അത് ലക്ഷങ്ങളോ കോടികളോ എന്ത് തന്നെ തന്നാലും, ജീവിതത്തിൽ ഒരിക്കലും ഇത്തരമൊരു അസംബന്ധ പരിപാടിക്ക് ഞാൻ പോകില്ല. എന്റെ അഭിപ്രായത്തിൽ പണവും പ്രശസ്തി സമ്പാദിക്കാനുള്ള ഏറ്റവും വില കുറഞ്ഞ മാർഗമാണത് എന്ന് ധ്രുവ് പറയുകയാണ്. ബിഗ് ബോസിനെ കുറിച്ചിട്ടും അതിലൂടെ ലഭിക്കുന്ന പണത്തെ കുറിച്ചിട്ടും അവരുടെ വരുമാന മോഡലിനെ കുറിച്ചിട്ടും കൂടുതലായി സംസാരിക്കുന്നതിന് മുൻപ് നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നിക്ഷേപങ്ങൾക്ക് സഹായകരമാവുന്ന ഒരു കാര്യത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ പല ആളുകളുടെയും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റോക്കുകളിലായിരിക്കാം, മ്യൂച്വൽ ഫണ്ടുകളിലായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് കൂടിയേ തീരത്തുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഏഞ്ചൽ വണ്ണിന്റെ ഓൾ ഇൻ വൺ ഡിമാറ്റ് അക്കൗണ്ട്. ഇവിടെ പലതിനും 0 ചാർജസ് ആണ്. 0 അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ്, ആദ്യം 1 വർഷത്തേക്ക്
സീറോ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജസ്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു സീറോ ബ്രോക്കറേജിൽ ഇക്വിറ്റി ട്രേഡുകൾ, ഇൻട്രാഡേ എഫ് ആൻഡ് ഒ കമ്മോഡിറ്റീസ് ആൻഡ് കറൻസീസിൽ ആദ്യ 30 ദിവസം സീറോ ബ്രോക്കറേജും. 2 കോടിയിലധികം ക്ലയൻസ് ഉള്ള 25 വർഷത്തിലധികം സേവന പാരമ്പര്യമുള്ള ഏഞ്ചൽ വണ്ണിന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതിലൂടെ നിക്ഷേപിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിരിക്കുന്ന ലിങ്കും മറ്റു കാര്യങ്ങളുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളുക. Investments in securities market are subject to market risks. Read all the related documents carefully before investing. ധ്രുവന്റെ വീഡിയോയിലേക്ക് തിരികെ വരാം. ധ്രുവ് പറഞ്ഞു തുടങ്ങുകയാണ്, ഈ ഷോയുടെ ആശയത്തിൽ എന്താണ് പ്രശ്നം? ഈ ഷോ സ്ക്രിപ്റ്റഡ് ആണോ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഷോകൾ കാണരുത് എന്ന് ഞാൻ പറയുന്നത്? നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ ബിഗ് ബോസ് കണ്ട് സമയം കളയുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരിക്കൽ സിദ്ധാർത്ഥ് യാദവ് എന്ന യൂട്യൂബർ ഒരു വീഡിയോയിൽ പറഞ്ഞു, തലയും വാലുമില്ലാത്ത സൽമാൻ ഖാൻ മൂവികൾ കാണുന്ന ധാരാളം തൊഴിലില്ലാത്തവർ നമ്മുടെ രാജ്യത്തുണ്ടെന്ന്. ഇതിലൊരു അർത്ഥവും ഇല്ലെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു വാല്യൂവും ഇല്ലാത്ത ചവർ കണ്ടന്റുകളെ കുറിച്ചിട്ടാണ്. എന്നാൽ ഈ പറഞ്ഞയാൾ പിന്നീട് ബിഗ് ബോസ് ഹൗസിലെത്തി. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ബിഗ് ബോസ്. അദ്ദേഹത്തെ പോലുള്ളവർ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ അർഹരാണ്. ഈ ഷോയിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. ഈ ഷോയുടെ ആശയത്തിന് അത് ആവശ്യമാണ്. ഈ ഷോയുടെ നടത്തിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ്. അതിനെക്കുറിച്ചിട്ട് ഞാൻ പിന്നീട് വീഡിയോയിൽ പറയാം. ആദ്യം ഈ ഷോയുടെ ചരിത്രം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ഷോ ആരംഭിച്ചത്? 1949 എഴുത്തുകാരൻ ജോർജ് ഓർവെൽ ഒരു ഐതിഹാസിക നോവൽ പ്രസിദ്ധീകരിച്ചു. 1984 1984 ഈ പുസ്തകം ഒരു സ്വേച്ഛാധിപതി ഡിസ്റ്റോപ്പിയൻ സർക്കാരിനെ കുറിച്ച് സംസാരിക്കുന്നു. ഒരു അജ്ഞാത ബിഗ് ബ്രദർ നിങ്ങളെ സദാസമയം നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള പോസ്റ്ററുകൾ എല്ലായിടത്തും പതിച്ചതായൊക്കെ നമുക്ക് ആ ഒരു പുസ്തകത്തിൽ നിന്ന് വായിക്കാം. അതൊരു ഏകാധിപത്യ സർക്കാർ എപ്പോഴും നിങ്ങളെ നിരീക്ഷിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. 1999 നെതർലൻഡിൽ ചിലർ ഈ നോവലിൽ നിന്ന് സമാനമായ ഒരു ആശയം കടമെടുത്ത് അതൊരു TV ഷോ ആക്കി മാറ്റി. അതിന് അവർ ബിഗ് ബ്രദർ എന്ന് പേരിട്ടു. ചില ആളുകൾ ഒരു വീട്ടിൽ താമസിക്കുന്നു, അവർ ബിഗ് ബ്രദറിന്റെ ഭരണത്തിൽ നിരന്തര നിരീക്ഷണത്തിലാവുന്നു എന്നതായിരുന്നു ആ ഒരു ഷോയുടെ ആശയം. ഈ TV ഷോയുടെ ഫോർമാറ്റ് മെച്ചപ്പെടുത്താൻ അവർ ചില പഴയ TV ഷോകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. MTVയുടെ ദ റിയൽ വേൾഡ്, 1997 സ്വീഡിഷ് TV ഷോ ആയിട്ടുള്ള എക്സ്പെഡിഷൻ റോബിൻസൺ എന്നിവയായിരുന്നു അത്. കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ ബിഗ് ബ്രദർ ഷോ വളരെയധികം ജനപ്രിയമായി. ലോകമെമ്പാടും അത് വ്യാപിക്കാൻ തുടങ്ങി. അമേരിക്ക, കാനഡ, മെക്സിക്കോ, ബ്രസീൽ, അർജന്റീന, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, ചൈന, റഷ്യ അവരെല്ലാവരും ഈ ആശയം ഉൾക്കൊണ്ട് അവരുടെ ബിഗ് ബ്രദർ ഷോകൾ ഉണ്ടാക്കി. പിന്നെ എല്ലാവരും കോപ്പി അടിക്കുമ്പോൾ ഇന്ത്യൻ വിനോദ വ്യവസായത്തിന് ഒട്ടും പിന്നോട്ട് പോകാനാവില്ലല്ലോ. വൈകിയെങ്കിലും ബിഗ് ബ്രദറിനെ ഇന്ത്യയിൽ ബിഗ് ബോസ് ആയി നമ്മൾ ലോഞ്ച് ചെയ്തു. താമസിയാതെ വിവിധ ഭാഷകളിലും അത് എത്തി. ഹിന്ദിക്ക് ശേഷം മറാത്തി, തമിഴ്, ബംഗാളി, തെലുങ്ക്, കന്നഡ, മലയാളം. പിന്നീട് OTT പ്ലാറ്റ്ഫോമുകളിൽ വന്നപ്പോൾ അവർ ബിഗ് ബോസ് OTT ആക്കി. ജോർജ് ഓർവെൽ തന്റെ പുസ്തകത്തിൽ ബിഗ് ബ്രദറിനെ ഒരു മുന്നറിയിപ്പായി പരാമർശിച്ചതാണ്. സ്റ്റാലിൻ, ഹിറ്റ്ലർ തുടങ്ങിയ സർക്കാരുകളെ അദ്ദേഹം വിമർശിക്കുകയായിരുന്നു. ഈ സ്വേച്ഛാധിപതികൾ ആളുകളെ കപ്പളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം അതിലൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഫാസിസം എങ്ങനെ ടെലിസ്ക്രീനിൽ കൂടെ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതായിരുന്നു, എങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതായിരുന്നു. നിരന്തരമായി ആളുകൾ നിരീക്ഷണത്തിന് വിധേയരാകുന്നു, ആരും അതിൽ നിന്ന് സുരക്ഷിതരല്ല, ചരിത്രം തിരുത്തി എഴുതപ്പെടുന്നു, ആളുകൾ ബാൻഡ് വാഗൺ എഫക്റ്റ് പ്രദർശിപ്പിക്കുന്നു, തികച്ചും വികലമായ രീതിയിലാണ് വസ്തുതകൾ അവതരിപ്പിക്കുന്നത്. അതേപോലെ സ്വേച്ഛാധിപതിക്ക് ചുറ്റും ഒരു ആരാധന വ്യക്തിത്വവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഈ ഏകാധിപത്യ സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ എതിരാളികൾക്കെതിരായി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ മെനഞ്ഞ് അവരെ ദേശവിരുദ്ധരായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പ്രശസ്തമായ പല വാക്യങ്ങളും ഈ പുസ്തകം നൽകിയിട്ടുണ്ട്. അജ്ഞതയാണ് ശക്തി, സ്വാതന്ത്ര്യം അടിമത്തമാണ്, യുദ്ധം സമാധാനമാണ്. ആളുകളെ നിരീക്ഷിക്കാൻ, ഒളിഞ്ഞു നോക്കാൻ നികുതി പണം ഉപയോഗിച്ച് പെഗാസസ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ സർക്കാരുകൾ വാങ്ങുമ്പോൾ ഇന്നും ഈ നോവൽ വളരെ പ്രസക്തമാണ്. ഈ നോവലിന് വിരുദ്ധമായി ബിഗ് ബ്രദറും ബിഗ് ബോസും പോലുള്ള ഷോകൾ എന്താണ് ചെയ്യുന്നത്? അവർ നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ വിനോദം നൽകുന്നു. 2 കാര്യങ്ങളുടെ കനത്ത ഡോസ് ഇതിലൊക്കെ ഉണ്ട്. എവരിഡേ സാഡിസം ആൻഡ് വോയറിസം. ആദ്യം നമുക്ക് സാഡിസം നോക്കാം. ഈ വാക്കിന്റെ നിർവചനം ഇതുപോലെയാണ്: മറ്റുള്ളവർക്ക് വേദനയോ കഷ്ടപ്പാടോ അപമാനമോ വരുത്തുന്നതിൽ നിന്ന് ആനന്ദം നേടാനുള്ള പ്രവണത. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും അവരെ അപമാനിക്കുന്നതും ആസ്വദിക്കുന്ന ഒരു കൂട്ടർ. നിങ്ങൾക്കിത് ഞെട്ടിക്കുന്നതായി തോന്നിയേക്കാം. എന്നാൽ നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരുടെ ഭാഗമാണെങ്കിൽ നിങ്ങളും ഈ സാഡിസ്റ്റ് സുഖത്തിൽ പങ്കുചേരുന്നവരാണ്. സാധാരണയായി സാഡിസ്റ്റ് വ്യക്തിത്വം ബന്ധപ്പെട്ടിരിക്കുന്നത് കൊലപാതകികൾ അല്ലെങ്കിൽ സൈക്കോപാത്തുകൾ എന്നിവരുമായാണ്. എന്നാൽ ചില മനഃശാസ്ത്ര പഠനങ്ങൾ സാഡിസത്തിന്റെ
തീവ്രത കുറഞ്ഞ മറ്റൊരു വിഭാഗത്തെ കണ്ടെത്തി നൽകുകയുണ്ടായി. എവരിഡേ സാഡിസം 2013 മുതലുള്ള ഒരു പ്രമുഖ ജേണലിൽ പ്രസിദ്ധീകരിച്ച എവരിഡേ സാഡിസവുമായി ബന്ധപ്പെട്ട ലേഖനത്തിലെ ചില ഉദാഹരണങ്ങൾ പറയാം. പാഠപുസ്തകങ്ങളിൽ നിങ്ങൾ വായിച്ചിരിക്കാൻ സാധ്യതയുണ്ട് പുരാതന റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട കൊളോസിയത്തെ കുറിച്ചിട്ട്, കൊളോസിയം എന്ന പൊതുവിനോദത്തിനുള്ള സ്റ്റേഡിയത്തെ കുറിച്ചിട്ട്. ഇവിടെ ഗ്ലാഡിയേറ്റർമാർ പലപ്പോഴും പരസ്പരം പോരടിക്കാറുണ്ട്. പലപ്പോഴും ഒരു ഗ്ലാഡിയേറ്റർ ഗുരുതരമായി പരിക്കേറ്റ് വീഴുമ്പോൾ മറ്റവൻ സ്റ്റേഡിയത്തിലെ കാണികളോട് ചോദിക്കും ഇവനെ വിട്ടയക്കണോ കൊല്ലണോ എന്ന്. പലപ്പോഴും ആളുകൾ കൈയടിച്ച് പാസ്സാക്കും, തംസപ്പ് കൊടുക്കും അവനെ കൊല്ലാൻ. അതേപോലെ ഈ അവസരങ്ങളിൽ വിശക്കുന്ന ഒരു മൃഗത്തെ കൂടി അതിനുള്ളിലേക്ക് വിടാറുണ്ട്, കടുവയോ സിംഹമോ അങ്ങനെയുള്ള ഏതെങ്കിലും ജീവികൾ. ഇവർ ഈ ഗ്ലാഡിയേറ്ററിനെതിരെ പോരാടുകയും കാണികൾ അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യും. എവരിഡേ സാഡിസത്തിന്റെ ഉത്തമ ഉദാഹരണമാണിത്. കാരണം സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന ആളുകൾ ആ ഒരു ഗ്ലാഡിയേറ്ററുടെ കഷ്ടപ്പാടിൽ വിനോദം തേടുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്നും ഇത് നമുക്ക് കാണാൻ സാധിക്കും. പലരും തെരുവിൽ ആളുകൾ തമ്മിൽ അടിക്കുന്നത് കണ്ട് ആസ്വദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? രണ്ടുപേർ റോഡിൽ വഴക്കുണ്ടാക്കുമ്പോൾ കാരണം എന്തായാലും പലപ്പോഴും ഒരു ജനക്കൂട്ടം കൂടുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അത് നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ബുള്ളിങ് നടത്തുന്ന ആളുകൾ, മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ. സ്കൂളിലോ കോളേജിലോ മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ ആസ്വാദനം കണ്ടെത്തുന്ന ബുള്ളീസിനെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ മറ്റു ചില ആളുകളുണ്ട് ഒരു കാരണവുമില്ലാതെ നായ്ക്കളെ ചവിട്ടുകയോ കല്ലെറിയുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ. ഓഫീസുകളിൽ നോക്കിയാലും നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഒരു കാരണവുമില്ലാതെ എപ്പോഴും ഒരു ജീവനക്കാരനെ വിമർശിക്കുന്ന ഒരു മുതലാളി. എന്തെങ്കിലും ജോലി ചെയ്ത് തീർക്കണം എന്നുള്ളത് കൊണ്ടല്ല, ആസ്വാദനത്തിന് മാത്രം, അതിനായി മാത്രം ജീവനക്കാരെ മാനസികമായി വേദനിപ്പിക്കുന്ന ചിലർ. ദൈനംദിന സാഡിസത്തിന്റെ പ്രധാന ഉദാഹരണങ്ങൾ ഇവയൊക്കെയാണ്. ആൾക്കൂട്ട കൊലപാതകം മറ്റൊരു ഉദാഹരണമാണ്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കള്ളനാണെന്ന് ആരോപിച്ച് ഒരു ബീഹാർ കുടിയേറ്റ തൊഴിലാളിയെ കേരളത്തിലെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. പാൽക്കർ സംഭവത്തിലും സമാനമായ സാഹചര്യമുണ്ടായി. 2 സന്യാസികളെ തല്ലിക്കൊന്നപ്പോൾ അവർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയവരാണെന്ന അഭ്യൂഹമായിരുന്നു ആക്രമണ കാരണം. പക്ഷപാതപരമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചില ആളുകൾ ഇതിനൊരു ഹിന്ദു മുസ്ലിം സ്പർദ്ധാമാനം നൽകാൻ നോക്കിയിരുന്നതും നമ്മൾ കണ്ടതാണ്. അതും ഒരു തരം സാഡിസമാണ്. എല്ലായിടത്തും എവരിഡേ സാഡിസത്തിന്റെ നിരവധി ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാം. തെരുവിൽ ആരെങ്കിലും ഒരാൾ പറയുകയാണ് ഞാൻ ഒരു പോക്കറ്റ് അടിക്കാരനെ പിടികൂടി. 4-5 ആളുകളെങ്കിലും ഓടി ഉറപ്പായും വന്ന് അവനെ തല്ലാൻ തുടങ്ങും. അവൻ ഒരു പോക്കറ്റ് അടിക്കാരനായിരുന്നതിനാൽ അവനെ അടിച്ചു എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കും. എന്നാൽ വാസ്തവത്തിൽ അത്തരം കാര്യങ്ങൾക്കുള്ള കാരണം സാഡിസ്റ്റ് ആനന്ദമാണ്. അതിനായി ഒരാളെ അടിച്ചു കൊല്ലാനും ഇവർക്കൊന്നും മടിയില്ല. രാഷ്ട്രീയ ബൈനറികളിലും ഈ എവരിഡേ സാഡിസം നമുക്ക് കാണാം. മാധ്യമപ്രവർത്തകൻ വിനോദ് ദുവ അന്തരിച്ചപ്പോൾ അത് ആഘോഷിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. മറുവശത്ത് വാർത്താ അവതാരകൻ രോഹിത് സർദാന അന്തരിച്ചപ്പോൾ അപ്പുറത്ത് ഇത് ആഘോഷിക്കുന്ന ചിലരുണ്ടായിരുന്നു. ആളുകളുടെ പ്രവർത്തനത്തെ, അവരുടെ ജോലിയെ, അവരുടെ പ്രവൃത്തിയെ വിമർശിക്കുന്നത് ഒരു ആരോഗ്യപരമായ കാര്യമാണ്. എന്നാൽ അവരുടെ വിയോഗത്തിൽ ഒരു സാഡിസ്റ്റ് സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് സാഡിസത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. എവരുടെ സാഡിസത്തെ ചൂണ്ടിക്കാണിച്ചാൽ ആളുകൾ പലപ്പോഴും പല ന്യായീകരണങ്ങളും നമ്മുടെ മുൻപിലേക്ക് നിരത്തും. ഇത് പ്രകൃതിയുടെ നീതിയാണെന്ന് ചിലർ പറയുന്നു, ഇത് കർമ്മയാണെന്ന് ചില ആളുകൾ പറയുന്നു. എന്നാൽ വാസ്തവത്തിൽ ഇതെല്ലാം സാഡിസമാണ്. ആരെങ്കിലും അപമാനിക്കപ്പെടുകയോ ട്രോൾ ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് അത് കാണുന്ന ആളുകൾക്ക് ഒരു സാഡിസ്റ്റ് ആനന്ദം കിട്ടുന്നു. പലപ്പോഴും യൂട്യൂബ് ചാനലുകൾ ഇത്തരത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത് കാണാറുണ്ട്. ഓരോ വീഡിയോയിലും ഒരാൾ അപമാനിക്കപ്പെടുന്നു, ആരെങ്കിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ആരെയെങ്കിലും ഒക്കെ ഇവർ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ ഞാനിവിടെ റോസ്റ്റ് ഫോർമാറ്റിനെ വിമർശിക്കുന്നില്ല, കാരണം റോസ്റ്റ് വീഡിയോകൾ നിർമ്മിക്കുന്നത് ഒരു കലയാണ്. അത് പോസിറ്റീവായി ചെയ്യാം, സാഡിസം ഇല്ലാതെ. അതിനൊരു നല്ല ഉദാഹരണമാണ് സ്ലേ പോയിന്റിന്റെ യൂട്യൂബ് ചാനൽ. മണ്ടത്തരങ്ങളെയാണ് അവർ വിമർശിക്കുന്നത്. യുക്തിരഹിതമായ മോട്ടിവേഷൻ ടോക്കുകളെ വിമർശിക്കുന്നു. ചില അസംബന്ധ ഭക്ഷണ പാചക കുറിപ്പുകളെ കുറിച്ചിട്ടും ഭക്ഷണ രീതികളെ കുറിച്ചിട്ടും വിമർശനം ഉന്നയിക്കുന്നു. അങ്ങനെയുള്ള വിഡിതതയാണ് അവർ കളിയാക്കുന്നത്. അവർ ആരെയെങ്കിലുമൊക്കെ ദുരുപയോഗം ചെയ്യുകയോ ഭീഷണിപ്പെടുത്തുകയോ അപമാനിക്കുകയോ ചെയ്യുന്നില്ല. യൂണിവേഴ്സിറ്റി ഓഫ് ഇൻസ്ബർഗ് നടത്തിയ 2018 ഒരു പഠനം പറയുന്നത് എവരിഡേ സാഡിസ്റ്റുകൾ പൊതുവെ അക്രമാസക്തമായ വീഡിയോ ഗെയിമുകൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം അതാണ് അവരുടെ മാനസികാവസ്ഥയെ ഉയർത്തുന്നത്, അതാണ് അവർക്ക് സന്തോഷം നൽകുന്നത്. ഈ സാഡിസത്തെ ചൂഷണം ചെയ്യാനാണ് പലപ്പോഴും ചില സിനിമകൾ ഇറങ്ങുന്നത്. ടോർച്ചർ ഫിലിംസ് അവയ്ക്ക് ഉദാഹരണമാണ്. സോ സീരീസ് പോലെ അല്ലെങ്കിൽ ഹ്യൂമൻ സെന്റിപീഡ് പോലെയുള്ളവ. ഡാർക്ക് നൈറ്റ് എന്ന ചിത്രത്തിലെ ജോക്കറിന്റെ കഥാപാത്രം ചില ആളുകൾക്ക് വല്ലാതെ ആരാധന തോന്നുന്നതാണ്. ചിലരുടെ സ്വന്തം സാഡിസ്റ്റ് വ്യക്തിത്വം അതിലൂടെ സാധൂകരിക്കപ്പെടുന്നു. എന്നാൽ മറുവശത്ത് ചില സിനിമകളിൽ പക്വതയോടെ സാഡിസത്തെ കൈകാര്യം ചെയ്യുന്നു, സെൻസിറ്റീവായിട്ട് ചിത്രീകരിക്കുന്നു. ഉദാഹരണത്തിന് പ്ലാറ്റ്ഫോം എന്ന സിനിമ, അല്ലെങ്കിൽ സ്നോ പേസർ എന്ന സിനിമ. ഈ സിനിമകൾ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയാണ് വിമർശിക്കുന്നത്, മഹത്വവൽക്കരിക്കാതെ അക്രമം കാണിക്കുന്നു. വീണ്ടും നമ്മൾ ബിഗ് ബോസിലെത്തിയാൽ ബിഗ് ബ്രദർ, ബിഗ് ബോസ് തുടങ്ങിയ ടെലിവിഷൻ റിയാലിറ്റി ഷോകൾ ഈ എവരിഡേ സാഡിസത്തെ ചൂഷണം ചെയ്ത് ലാഭമുണ്ടാക്കുകയാണ്. ആളുകൾ ഈ വിഡിതം കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നതാണ് അവരുടെ കച്ചവട ഫോർമുല. ഇഷ്ടപ്പെടുന്നത് കൊണ്ട്
എന്തുകൊണ്ട് ഞങ്ങൾ നൽകുന്നു? സത്യം പറഞ്ഞാൽ ബിഗ് ബോസിലെ ഈ എവരിഡേ സാഡിസം അടുത്ത ലെവലിൽ വരെ എത്തി നിൽക്കുകയാണ്. മത്സരാർത്ഥികൾ എപ്പോഴും പരസ്പരം കലഹിക്കുന്നു, പലപ്പോഴും ശാരീരിക ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നു, ആളുകൾ പരസ്പരം പാത്രങ്ങൾ വലിച്ചെറിയുന്നു. ഒരു സാഹചര്യത്തിൽ ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയുടെ മുകളിൽ തിളച്ച വെള്ളം എടുത്തൊഴിക്കുന്നു. ശാരീരികമായ അക്രമവും ഇപ്പോൾ അധികമാണ്. ഒരിക്കൽ ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയെ ശ്വാസം മുട്ടിച്ചു. മത്സരാർത്ഥികൾ മാത്രമല്ല ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് ഷോയുടെ ആശയം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ഒരിക്കൽ മത്സരാർത്ഥികൾക്ക് ഒരു പീഡന ടാസ്ക് നൽകി. അതിൽ അവർക്ക് മറ്റ് മത്സരാർത്ഥികളുടെ മുഖത്ത് മുളകുപൊടി എറിയേണ്ടി വന്നു. അത്തരം അസംബന്ധമായ പണികൾ ചെയ്യാൻ മത്സരാർത്ഥികളെ പ്രേരിപ്പിക്കുന്നത് ഈ ഷോയാണ്. ഒരിക്കൽ ചാണകത്തിൽ കുളിക്കാൻ ആളുകളോട് ആവശ്യപ്പെടുന്നു. അവർ അതിൽ കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. എത്രമാത്രം പണത്തിന് വേണ്ടി അപമാനിതരാവുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അതേപോലെ ഒരു മനുഷ്യനോട് നായ ഭക്ഷണം കഴിച്ച പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ട ഒരു ഗെയിമുമുണ്ട്. പലപ്പോഴും ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കളിക്കിടയിൽ കൊണ്ടുവന്ന് അത് വെച്ച് അവരെ ആക്രമിക്കുന്നതും ഈ ഒരു ഷോയിലെ ഫോർമാറ്റിൽ സ്വാഭാവികമാണ്. ചിലപ്പോൾ അവിടെ കടുത്ത ബോഡി ഷെയ്മിങ് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ഒരു വനിതാ മത്സരാർത്ഥി മറ്റൊരു വനിതാ മത്സരാർത്ഥിയോട് പറയുന്നു, ഇവിടെ ചിലർ അവളുടെ കൂടെ നിൽക്കാൻ തന്നെ യോഗ്യരല്ല. പ്രായം, രൂപം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കടുത്ത വിമർശനങ്ങൾ അകത്തും പുറത്തും ഈ ഒരു ബിഗ് ബോസ് കാലയളവിൽ സ്വാഭാവികമാണ്. ബാക്ക് ബൈറ്റിംഗ്, പിന്നിൽ നിന്ന് കുത്തൽ ഈ ഷോയുടെ ഒരു നിർണായക എലമെന്റ് ആണ്. സ്ത്രീ വിരുദ്ധതയും ഹോമോഫോബിയയും നിങ്ങൾ പതിവായി കാണുന്നു. മുന്നേ നമ്മൾ ഷോയിൽ കണ്ടതാണ്, കുടിവെള്ളത്തിൽ സോപ്പ് കലർത്തി നൽകുന്നു. ഒരു പെൺകുട്ടി കുളിക്കുന്ന സമയത്ത് ശുചിമുറിയുടെ പൂട്ട് തകർക്കുന്നു. പലപ്പോഴും നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പുകളും ഈ ഒരു ഷോയിൽ കാണാറുണ്ടാവും. അതേപോലെ ഇതിൽ ചിലത് വ്യാജ ബന്ധങ്ങളാണ്, ഷോയുടെ TRP കൂട്ടാൻ വേണ്ടി മാത്രം കാട്ടിക്കൂട്ടുന്നവ. ഇനി വൈറസം എന്ന കാര്യത്തിലേക്ക് വരാം. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? മറ്റുള്ളവരുടെ ജീവിതം, അവരുടെ സ്വകാര്യത, അതൊക്കെ കാണുന്നതിൽ വില കുറഞ്ഞ ആനന്ദം കണ്ടെത്തുക. മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് ആസ്വദിക്കുക. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇതിന് നിരവധി ഉദാഹരണങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഒരു സ്വകാര്യ വീഡിയോ ലീക്കായി എന്ന വാർത്ത അറിഞ്ഞാൽ ഉടനെ തന്നെ ഗൂഗിളിൽ അത് സെർച്ച് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കാണുന്നതല്ലേ? ഇതിന് മറ്റൊരു ഉദാഹരണം പറയാം. ചില ആളുകൾ ദൈനംദിന വ്ലോഗുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു. ചില യൂട്യൂബർമാർ അങ്ങനെ ഡെയിലി വ്ലോഗുകൾ കാണാൻ വേണ്ടിയുള്ള ആളുകളെ ലക്ഷ്യമിടുന്നു. യൂട്യൂബർമാർ ഉറക്കമുണർന്നപ്പോൾ പല്ല് തേച്ചു, അവരുടെ നായയുമായി കളിച്ചു, സൈക്കിൾ ചവിട്ടി, എന്നിട്ട് അവർ ഷോപ്പിങ്ങിന് പോയി. എന്തുകൊണ്ടാണ് ആളുകൾ ഈ കാര്യങ്ങൾ വിനോദമായി കാണുന്നത്? വൈറസം കാരണം. ആളുകൾ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു, അവരത് ആസ്വദിക്കുന്നു. യൂട്യൂബർമാർ ഇത് മുതലെടുക്കുന്നു എന്നത് ലജ്ജാകരമാണ്. ചില യൂട്യൂബർമാർ സ്വന്തം കുട്ടി കരഞ്ഞാൽ ആദ്യം തന്നെ കുട്ടിയെ എടുക്കാതെ ക്യാമറ എടുക്കും. കുട്ടിക്ക് എന്തെങ്കിലും വേദനയായിരിക്കാം, അല്ലെങ്കിൽ പരിക്കേറ്റതായിരിക്കാം, അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ഒരു രംഗം ക്യാമറയിൽ ചിത്രീകരിക്കുന്നു. വീട്ടിൽ വഴക്കുണ്ടായാൽ അത് സ്ട്രീം ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ അതിൽ നിന്ന് കണ്ടന്റ് അവർ ഉണ്ടാക്കുന്നു. പലരും പലപ്പോഴും അപകടകരമായ വൺ സൈഡഡ് പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് ബ്ലോഗർമാർക്കൊപ്പം ഉണ്ടാക്കുന്നതും കാണാൻ സാധിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഡെയിലി വ്ലോഗുകൾ കാണാൻ കുട്ടികളെ അനുവദിക്കരുത്. കുട്ടികളുടെ തലച്ചോർ പൂർണ്ണമായി വികസിച്ചിട്ടില്ലാത്തതിനാൽ വൈറസും അവർക്ക് വളരെ അപകടമാണ്. ഇതിന് മറ്റൊരു മിതമായ ഉദാഹരണമാണ് CCTV ദൃശ്യങ്ങൾ. ആളുകൾ ഇത് കാണുന്നത് ആസ്വദിക്കുന്നു. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTVയിൽ കാണുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുന്നത് കാണുന്നു, കൊല്ലപ്പെടുന്നത് കാണുന്നു, അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണം, അല്ലെങ്കിൽ റോഡ് അപകടങ്ങൾ. മാധ്യമ സ്ഥാപനങ്ങളും പലപ്പോഴും ഈ ദൃശ്യങ്ങൾ TV-യിൽ പ്ലേ ചെയ്യാറുണ്ട്. അതിനാൽ എവരിഡേ വോയറിസം ഈ അവസ്ഥയിൽ പ്രകടമായി വർദ്ധിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ബിഗ് ബോസിനെ കുറിച്ചിട്ട് വീണ്ടും സംസാരിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് എവരിഡേ വോയറിസം കാര്യമായി തന്നെ ചൂഷണം ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് 16-ൽ 98 ക്യാമറകളാണ് വീടിനുള്ളിൽ സ്ഥാപിച്ചത്. വൈറസുമായി ബന്ധപ്പെട്ട് മറ്റൊരു തലത്തിലുള്ള ഭ്രാന്താണ് അവിടെ നടക്കുന്നത്. മൾട്ടി ക്യാമറകൾ ഉപയോഗിച്ച് മത്സരാർത്ഥികളെ 24/7 റെക്കോർഡ് ചെയ്യുന്നു. കൂടാതെ തത്സമയ ഫീഡിൽ അവ 24/7 പ്രേക്ഷകർക്ക് കാണാനായിട്ടുള്ള അനുവാദവുമുണ്ട്. അണിയറ പ്രവർത്തകർ അവർക്ക് ഇഷ്ടമുള്ള ചില ക്യാമറകൾ തിരഞ്ഞെടുക്കുന്നു. ആളുകൾ എന്ത് കാണണമെന്ന് അണിയറ പ്രവർത്തകർ ആഗ്രഹിക്കുന്നു, അത് അവർ ക്യാമറകളിൽ നിന്ന് എഡിറ്റ് ചെയ്ത് ആളുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ രാജ്യത്ത് തൊഴിൽ രഹിതർ ധാരാളമാണ്, വേറെ പണിയൊന്നുമില്ലാത്തവർ. അതിനാൽ അവർ ഇത് കാണാൻ തുടങ്ങുന്നു. ഈ ക്യാമറകളുടെ തത്സമയ ഫീഡ് കാണുന്നതിലൂടെ ഒരാൾക്ക് കുറച്ച് വോയറിസ്റ്റിക് ആനന്ദം നേടാം. നമ്മളടക്കമുള്ള ആളുകൾ പലപ്പോഴും നമ്മുടെയൊക്കെ സ്വകാര്യ രഹസ്യങ്ങൾ അടുത്ത സുഹൃത്തുക്കളോടും ഉറ്റ സുഹൃത്തുക്കളോടും മാത്രമാണ് പങ്കിടുന്നത്. എന്നാൽ ഇവിടെ ദേശീയ ടെലിവിഷനിൽ ആളുകളോട് പറയുകയാണ് അവരുടെ സ്വകാര്യ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ, ഉള്ളടക്കവും TRPയും സൃഷ്ടിക്കാൻ. പിന്നെ അതിശയിപ്പിക്കുന്ന കാര്യം, ഈ റിയാലിറ്റി ഷോയെ കുറിച്ചിട്ട് യാതൊന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ്. 24 മണിക്കൂറും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് മത്സരാർത്ഥികൾക്കറിയാം. ഇവിടെ അവർ സ്വാഭാവിക അവസ്ഥയിൽ പെരുമാറുമോ? ഒരു സാധ്യതയുമില്ല. അവരുടെ പെരുമാറ്റം അങ്ങനെ തന്നെ ആയിരിക്കുമോ എപ്പോഴും? സാധാരണ പോലെ ഒരിക്കലുമല്ല. എല്ലാവരും ഒരു പരിധിവരെ സ്വയം ബോധമുള്ളവരായിരിക്കും. രണ്ടാമതായി, ഈ ഷോയിൽ ഒരു കൃത്രിമ മത്സര സജ്ജീകരണം സൃഷ്ടിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് സ്വാഭാവികമായും മറ്റുള്ളവരെ അപമാനിക്കേണ്ടി വരും നിങ്ങൾക്ക് അവരുടെ മുകളിൽ ഉയരണമെന്നുണ്ടെങ്കിൽ. ബിഗ് ബോസ് ഹൗസിൽ ഇതിനെ പ്രകടനം എന്നാണ് വിളിക്കുന്നത്. ആളുകൾ തമ്മിലുള്ള ഇടപെടലുകളായാണ് നമ്മൾ ഇതിനെ കാണുന്നത്.
കാണുക. ഇവ ശരിക്കും സ്വാഭാവിക ഇടപെടലുകളാണോ? ഇത് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുമോ? യഥാർത്ഥ ജീവിതത്തിൽ ഒരു വീട്ടിൽ ഇത്രയധികം ആളുകൾ താമസിക്കേണ്ടി വന്നാൽ അവർ തമ്മിൽ ഇത്തരത്തിൽ വഴക്കുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. നമ്മളുടെ ഇത് കൂട്ടുകുടുംബ പാരമ്പര്യമൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ ബിഗ് ബോസിൽ ആ വഴക്കുകൾ നിർബന്ധമാണ്, ആളുകളെ വെറുതെ വിഡ്ഢിയാക്കാൻ. എവരുടെ സാഡിസവും എവരുടെ വൈറസുമായി ബന്ധപ്പെട്ട് ധാരാളം ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. എന്നാൽ മനുഷ്യരിൽ ഭൂരിഭാഗവും അങ്ങനെയല്ല. ധാരാളം ഇന്റലക്ച്വലുകൾ, നല്ല പെരുമാറ്റമുള്ളവർ, ലോകത്തിൽ മാന്യരും അനുകമ്പയുള്ളവരുമായി ധാരാളം ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഡോക്ടർ വികാസ് ദിവ്യകീർത്തി എടുക്കുക. ദാർശനിക വിഷയങ്ങളിൽ നിരവധി വിദ്യാഭ്യാസ വീഡിയോകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നടീനടന്മാരെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് കൊങ്കണ സെന്നിനെ എടുക്കുക. എത്രയോ മികച്ച സിനിമകളിൽ മികച്ച പ്രകടനങ്ങൾ അവർ നൽകിയിട്ടുണ്ട്. എന്നാൽ ബിഗ് ബോസിന്റെ 17 സീസണുകളിൽ ഇതുപോലെ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. ഡോക്ടർ വികാസ് ദിവ്യകീർത്തി അല്ലെങ്കിൽ കൊങ്കണ സെൻ, ഒന്നാമതായി നല്ല ആളുകൾ ഒരിക്കലും ഇത്തരം വില കുറഞ്ഞ ഷോകളിൽ പോകില്ല. എന്നാൽ രണ്ടാമതായി ഒരു നല്ല വ്യക്തി അത്തരം ഷോകളിൽ പോയാലും അവരെ പ്രകോപിപ്പിച്ച് ഈ സാഡിസത്തിന്റെയും വൈറസത്തിന്റെയും ഭാഗമാക്കാൻ അണിയറ പ്രവർത്തകർ ശ്രമിക്കും. വിവാദമുണ്ടാക്കാനും അപമാനിക്കാനും അവസരം ഉണ്ടായില്ലെങ്കിൽ അവരെ പുറത്താക്കും. ബിഗ് ബോസിൽ ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു, സുശാന്ത്. നിങ്ങളിൽ പല ആളുകളും ഓർക്കുന്നുണ്ടാവും. ഒരു മോഡൽ, ഗായകൻ, നർത്തകൻ, മനഃശാസ്ത്രജ്ഞൻ, മിസ്റ്റർ ഗേ ഇന്ത്യ 2014 വിജയി. വളരെ പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിൽ 500-ലധികം പുസ്തകങ്ങളുണ്ട്, അദ്ദേഹം ധാരാളം വായിക്കുന്ന ആളാണ്, കൂടാതെ IQ 147 ഉണ്ട്. എന്നാൽ ബിഗ് ബോസ് 8 മത്സരാർത്ഥികളുടെ സാധാരണ IQ മുറിയിലെ താപനിലയേക്കാൾ കുറവായിരുന്നു എന്ന് പറയുന്നതിൽ വിഷമമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേപോലെ സുശാന്ത് ആ വീട്ടിൽ താമസിക്കുമ്പോൾ ആരുമായും വഴക്കിട്ടില്ല, തന്റെ പാട്ടുകളിലും നൃത്ത പരിപാടികളിലും മുഴുകിയിരുന്നു. പക്ഷേ അങ്ങനെ TRP കിട്ടില്ല. മത്സരാർത്ഥികൾക്കിടയിൽ തർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടെങ്കിൽ മാത്രമേ TRP ലഭിക്കൂ. ഭോജ്പുരി കലാകാരൻ കേസരി ലാൽ യാദവ് ബിഗ് ബോസ് 13 മത്സരാർത്ഥിയായിരുന്നു. ആളെയും വളരെ വേഗത്തിൽ വീട്ടിൽ നിന്ന് പുറത്താക്കി. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ഷോയുടെ ഫോർമാറ്റ് തനിക്ക് അനുയോജ്യമല്ല, ആ വീട്ടിൽ മനുഷ്യർ പിശാചുക്കളാകുന്നു. നിങ്ങൾക്ക് ഈ ഷോയിൽ മുന്നോട്ട് പോകണമെങ്കിൽ മറ്റുള്ളവരെ അപമാനിച്ചും ഉപദ്രവിച്ചും മാത്രമേ കഴിയൂ. ബിഗ് ബോസ് സീസൺ 4 മത്സരാർത്ഥി രാഹുൽ ഭട്ട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, എന്നെ തന്നെ വിഡ്ഢിയാക്കി എനിക്ക് കാഴ്ചക്കാർക്ക് വിനോദം നൽകാൻ കഴിയില്ല. വിവാദമോ പ്രണയമോ ഇല്ലാത്ത ആളുകളെ നിർത്താൻ ഷോ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പൊതുവായിട്ടുള്ള വോട്ടിന് വലിയ റോളൊന്നുമില്ല. ആരെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് TRP മാത്രമാണ് തീരുമാനിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 9 മത്സരാർത്ഥി അമൻ വർമ്മ പറഞ്ഞത് ഓർക്കുന്നില്ലേ? താൻ 6 ആഴ്ച മാത്രമേ വീട്ടിലുണ്ടാകൂ എന്ന് അദ്ദേഹം നിർമ്മാതാക്കളുമായി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ഇടപാട് നടത്തിയിരുന്നു. ബിഗ് ബോസ് 16 ഒരു ഞായറാഴ്ചത്തെ പ്രത്യേക എപ്പിസോഡിൽ അവതാരകൻ ശേഖർ സുമനായിരുന്നു. മത്സരാർത്ഥികളിൽ ചിലരെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്നാൽ കാഴ്ചക്കാർ അദ്ദേഹത്തെ വിമർശിച്ചു. മത്സരാർത്ഥികളിൽ ചിലരെ മാത്രം ടാർഗറ്റ് ചെയ്തതാണ് കാഴ്ചക്കാരെ അലോസരപ്പെടുത്തിയത്. അതിന് മറുപടിയായി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ചാനൽ നൽകിയ സ്ക്രിപ്റ്റ് അങ്ങനെയായിരുന്നു, അത് പിന്തുടരേണ്ടി വന്നു എന്ന്. ബിഗ് ബോസ് 4 വിജയ് ശ്വേത, ബിഗ് ബോസ് 6 മത്സരാർത്ഥി ആഷ്ക, ഒപ്പം ബിഗ് ബോസ് 11 റണ്ണറപ്പായ ഹിന ഖാനും പറഞ്ഞത് ഈ ഷോ വളരെയധികം എഡിറ്റ് ചെയ്തതാണെന്നാണ്. നീണ്ട സംഭാഷണങ്ങളായിരിക്കാം ഹൗസിൽ നടക്കുക, എന്നാൽ അതിൽ നിന്ന് വിവാദമുണ്ടാകാൻ തക്ക വിധമുള്ള കാര്യങ്ങൾ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നു. ആഷ്ക എന്ന മത്സരാർത്ഥി മറ്റൊരു വനിതാ മത്സരാർത്ഥിയുടെ കയ്യിൽ ബാം പുരട്ടിയപ്പോൾ അതിനെ എഡിറ്റ് ചെയ്ത് ഒരു ലെസ്ബിയൻ ആക്ടാക്കി മാറ്റിയ സാഹചര്യവും ഉണ്ടായി. ബിഗ് ബോസ് 7 മത്സരാർത്ഥി ശില്പ പറഞ്ഞത് ഇങ്ങനെയാണ്, ഷോ സ്ക്രിപ്റ്റ് ചെയ്തതല്ല, എന്നാൽ വിജയിക്കാൻ എന്ത് ചെയ്യണമെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. മുൻ വ്യവസ്ഥകളുണ്ട്, പ്രതികരിക്കാൻ, ഉള്ളടക്കം നൽകാൻ, പരസ്പരം പോരടിക്കാൻ, അവരുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കാൻ, ഉറച്ചു നിൽക്കാൻ. അതുകൊണ്ട് ഈ ആരോപണങ്ങളെ നമ്മൾ അവഗണിച്ചാലും ഷോ സ്ക്രിപ്റ്റഡ് അല്ല എന്ന് വിശ്വസിച്ചാലും ചില കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ വളരെ വ്യക്തമാണ്. ഒന്നാമതായി ഇവിടെ ഓഡിഷനുകളൊന്നുമില്ല. ഷോയുടെ നിർമ്മാതാക്കളാണ് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. എന്തിനെ അടിസ്ഥാനമാക്കി? ചില കച്ചവട താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കി. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പോലും തോന്നിപ്പോകും. രണ്ടാമതായി 24 മണിക്കൂർ ഫുട്ടേജ് 50 മിനിറ്റ് എപ്പിസോഡായി എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു 50 മിനിറ്റിൽ എന്താണ് കാണിക്കുന്നത് എന്നതും അണിയറ പ്രവർത്തകരുടെ താല്പര്യങ്ങൾക്ക് വിധേയമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ ആകർഷിക്കുന്ന എന്തെങ്കിലും വിവാദമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള മസാലകളാണ് പലപ്പോഴും ഇതിൽ നിറയ്ക്കുക. മൂന്നാമതായി ആ എഡിറ്റിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ള കാഴ്ചക്കാരുടെ ധാരണയാണ് വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്നത്. പലപ്പോഴും നിയമങ്ങൾ വളച്ചൊടിക്കുന്നു. ചില വീക്കെൻഡുകളിൽ എലിമിനേഷനുകൾ ഉണ്ടാകില്ല. ചിലപ്പോൾ പുറത്തായ മത്സരാർത്ഥികൾ വീട്ടിലേക്ക് തിരികെ വരും. ചിലപ്പോൾ ഒരു വൈൽഡ് കാർഡ് എൻട്രിയും ഉണ്ട്. അതിന്റെ വിൽപ്പനയെ അടിസ്ഥാനമാക്കി മാത്രം ഈ ഒരു നിയമങ്ങൾ മാറ്റിമറിക്കും. ഷോയുടെ നിർമ്മാതാക്കളാണ് എല്ലാം തീരുമാനിക്കുന്നത്. നാലാമതായി ഷോയിൽ നൽകിയിരിക്കുന്ന ടാസ്കുകൾ ഷോയുടെ നിർമ്മാതാക്കളാണ് തീരുമാനിക്കുന്നത്. വിൽപ്പനയെ അടിസ്ഥാനമാക്കി മാത്രമാണ് ഈ ഒരു ടാസ്കുകൾ നിർണ്ണയിക്കുന്നത്. ആളുകൾ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതം കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. ആളുകൾ മറ്റുള്ളവരെ പരിഹസിക്കുന്നത് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. മറ്റുള്ളവർ പരസ്പരം അപമാനിക്കുന്നത് കാണാൻ വേണ്ടി ആളുകൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. എവരുടെ സാഡിസത്തിന്റെയും വൈറസത്തിന്റെയും ഒരു കോക്ടെയിലാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ. ഇത് ആരുടെ ഷോയാണ്?
ഷോ മേക്കേഴ്സിന്റെ ഷോയാണ്. ആരുടെ പണമാണ് നിക്ഷേപിച്ചിരിക്കുന്നത്? ഷോ മേക്കേഴ്സിന്റെ പണമാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ആരുടെ സമയമാണ് പാഴാകുന്നത്? നമ്മുടെ സമയമാണ് പാഴാകുന്നത്. ആരുടെ മാനസിക നിലയാണ് ബാധിക്കുന്നത്? നമ്മളുടെ മാനസിക നിലയാണ് ബാധിക്കുന്നത്. ഹണി സിംഗിനോട് സ്ത്രീവിരുദ്ധ ഗാനങ്ങളെ കുറിച്ചിട്ട് ചോദിച്ചപ്പോൾ ഇത് വിനോദം മാത്രമാണെന്ന് അദ്ദേഹം മറുപടി നൽകി. അതാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. ബിഗ് ബോസ് ഷോ മേക്കർമാരോട് അവർ പൊതുജനങ്ങളോട് കാണിക്കുന്നതിനെ കുറിച്ചിട്ട് ചോദിച്ചാൽ അവരും സമാനമായ മറുപടി നൽകും. അത് വിനോദം മാത്രമാണെന്ന്. പൊതുജനം ഇത് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് അവർ അത് കാണിക്കുന്നു. സുഹൃത്തുക്കളെ, ഇത്തരം കാര്യങ്ങൾ കാണുന്നത് നിങ്ങളെയും ബാധിക്കും. സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മാർസിയ അവകാശപ്പെടുന്നത് ജങ്ക് ഫുഡ് നമ്മുടെ പല്ലുകളെയും ആരോഗ്യത്തെയും ബാധിക്കുന്നത് പോലെ മോശം റിയാലിറ്റി ഷോകൾ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നു. ആളുകൾ റിയാലിറ്റി ഷോകൾ കാണുമ്പോൾ ദേഷ്യക്കാരായി മാറുന്നു. എങ്ങനെയാണ് ആളുകൾ ബിഗ് ബോസിൽ നിന്ന് സമ്പന്നരും പ്രശസ്തരുമൊക്കെ ആവുന്നത്? തങ്ങളുടെ വ്യക്തിത്വവും സ്വകാര്യതയും വിൽക്കുമ്പോൾ. പ്രേക്ഷകരും വിശ്വസിക്കാൻ തുടങ്ങുകയാണ് പണവും പ്രശസ്തിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ തങ്ങളുടെ വ്യക്തിത്വവും സ്വകാര്യതയും ഒക്കെ വിൽക്കണമെന്ന്. ഇതാണ് ഏറ്റവും നല്ല മാർഗമെന്നും അവർ ഓർക്കുന്നു. സെൻട്രൽ മിഷിഗൻ യൂണിവേഴ്സിറ്റിയിലെ മനഃശാസ്ത്രജ്ഞൻ ബ്രയാൻ ഒരു പഠനത്തിൽ പറയുന്നത് ഇത്തരം റിയാലിറ്റി ഷോകൾ കാഴ്ചക്കാരിൽ ആക്രമണോത്സുകത വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുവെന്ന്. അക്രമം നിറഞ്ഞ ദൃശ്യങ്ങൾ അടങ്ങിയ മാധ്യമങ്ങളുമായും ക്രൈം TV ഷോകളുമായും താരതമ്യം ചെയ്യുമ്പോൾ റിയാലിറ്റി ഷോകൾ അവയേക്കാൾ ഉയർന്ന അക്രമോത്സുകത വർധനവിന് കാരണമാകുന്നു. മത്സരാർത്ഥികളുടെ മാനസിക ആരോഗ്യത്തിലും ഈ ഒരു സ്വാധീനം പ്രകടമാണ്. പല മത്സരാർത്ഥികളും പറയുന്നത് കേട്ടിട്ടില്ലേ, ഷോയ്ക്ക് ശേഷം അവർക്ക് നിരവധി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്നുള്ളത്. പല ആളുകളും അവരുടെ സ്വകാര്യ ജീവിതം ബിഗ് ബോസിൽ പങ്കുവച്ചതിൽ ഖേദിക്കുന്നുമുണ്ട്. ഇതൊക്കെയാണ് ബിഗ് ബോസിനെ കുറിച്ചിട്ട് ധ്രുവ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മലയാളം ബിഗ് ബോസും ഇതിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല. ഷോ ഡയറക്ടേഴ്സ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ ഈ നാട്ടിലെ ആളുകൾക്ക് എന്താണോ വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ട് രൂപമാറ്റം വരുത്തുന്ന ജീവിതങ്ങളെയാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇരകളാണ് ഏറ്റവും കൂടുതൽ. വിജയികൾ, ശാശ്വതമായിട്ടുള്ള വിജയവുമായി മുന്നോട്ടേക്ക് പോയ ആളുകളില്ല. ഏതെങ്കിലും തരത്തിൽ തട്ടിമുട്ടി ഒരു ഫെയിമുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു താൽക്കാലിക ഇടത്താവളം എന്നുള്ള രീതിയിൽ മാത്രമാണ് ബിഗ് ബോസ് പോലെ ഒരു റിയാലിറ്റി ഷോ ഒക്കെ ഉണ്ടാവുന്നത്. ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതേപോലെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പരിചയപ്പെടുത്തിയ ഏഞ്ചൽ വണ്ണിന്റെ ഓൾ ഇൻ വൺ ഡിമാറ്റ് അക്കൗണ്ടിനെ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 0 ബ്രോക്കറേജ്, അതേപോലെ തന്നെ 0 അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ്, 1 വർഷത്തേക്ക്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓഹരി നിക്ഷേപമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊക്കെ നല്ല ഗുണകരമായിരിക്കും. ബിഗ് ബോസിനെ കുറിച്ചിട്ട് വീഡിയോയിൽ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ടായിരിക്കാം. മലയാളം ബിഗ് ബോസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് ചില കാര്യങ്ങളുണ്ടായിരിക്കാം. അതൊക്കെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.